പ്രതിദിനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഡെയിലി കുറച്ച് സമയമെങ്കിലും വായിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് വളരെ നല്ലതാണെന്ന്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് വായനാശീലം വളരെ കുറവാണല്ലേ. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയും അതുപോലെ വായിക്കുന്നതിലൂടെയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ധാരാളം അറിവ് ലഭിക്കും. നമ്മൾക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ധാരാളം അറിവ് ലഭിക്കാനും ഇതുവഴി സാധിക്കും. നമ്മൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പക്വതയും കഴിവും അറിവും നമുക്ക് ലഭിക്കും. അടുത്തതായിട്ട് ഓർമ്മശക്തി. നമ്മൾക്ക് ഡെയിലി നമ്മൾ കുറച്ച് സമയം വായിക്കാനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾക്ക് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം കൂടുതലായിട്ട് ഉണർവ് ഉണ്ടാക്കാനും അതുവഴി നമ്മൾക്ക് മെച്ചപ്പെടുത്താനും സാധിക്കും. ഇപ്പോൾ ഓർമ്മശക്തിയൊക്കെ മെച്ചപ്പെടുത്താനും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും സാധാരണ നിന്നും നമ്മൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കഥയും കവിതയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ആ കഥ ഇങ്ങനെയായിരുന്നു, അങ്ങനെ പോയത്, അതിങ്ങനെ പോയതെങ്കിൽ അല്ല, നമ്മൾ തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഗഹനമായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കും. അത് നമുക്ക് ക്രിയേറ്റിവിറ്റി, അങ്ങനെ ഒരു ചിന്ത നമുക്ക് ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാനായിട്ട് നമ്മളെ വളരെയേറെ സഹായകമാണ്. പിന്നെ ആശയവിനിമയവും അതുപോലെ തന്നെ ഭാഷയുടെ മികവും നമുക്ക് വർദ്ധിക്കും. നമുക്ക് നല്ല രീതിയിൽ ആശയവിനിമയങ്ങൾ, നല്ല സ്പഷ്ടമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് ഡെയിലി വായനയിലൂടെയും പഠനത്തിലൂടെയും നമുക്ക് കിട്ടും. അത് നമുക്ക് ആശയങ്ങൾ കൂടുതൽ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലൊക്കെ ചെന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാനും ഉള്ള ഒരു കോൺഫിഡൻസും അതുപോലെ ഒരു പ്രൊഡക്ടിവിറ്റി നമ്മളിൽ കൂടും. പിന്നെ അടുത്തതായിട്ട് ജീവിതത്തിൽ തന്നെ നമുക്കൊരു മാറ്റം സംഭവിക്കാം. നമുക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, കുറച്ചുകൂടെയൊക്കെ ഉന്മേഷവും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് നമ്മൾ വായിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മളില്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് വായിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്ക് ഓർമ്മശക്തി കൂട്ടാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ആശയവിനിമയം നടത്താനുള്ളൊരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നമുക്ക് വർദ്ധിക്കും. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോകും. എന്താണ് സൊസൈറ്റിയിൽ നടക്കുന്നത്, അതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റഡ് ആകാനായിട്ട് നമ്മളെ തന്നെ ഒരു കഴിവ് നമുക്കുണ്ടാകും. പിന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു ദർശനവും അതുപോലെ ഒരു പ്രചോദനവും ലഭിക്കും. അത് നമ്മൾക്ക് അറിയാതെ തന്നെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ടുള്ള ഒരു കഴിവ് ലഭിക്കുകയും ചെയ്യും. അതുപോലെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടാനൊക്കെ സഹായിക്കും. അപ്പം ഡെയിലി വായിക്കുന്നതും അതുപോലെ തന്നെ പഠിക്കുന്നതും നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ കൂട്ടാനായിട്ടുള്ള ഒരു നല്ല ടെക്നിക്കാണ്. അത് നിങ്ങൾ കുട്ടികളെയും പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അത് നമുക്ക് അറിവും അതുപോലെ തന്നെ പ്രചോദനവും ആത്മവിശ്വാസവും കൂട്ടും.